ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 കിലോ കേരയാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ വിനാഗിരിയിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ മീനിൽ പുരട്ടി യോജിപ്പിക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 കപ്പ് വിനാഗിരി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ വീതം കായപ്പൊടി, ഉലുവ പൊടിച്ചതും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിനുശേഷം മീൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മീൻ വറുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.